LDF-ൽ ആഭ്യന്തര കലാപം മുളപൊട്ടി. ഘടകകക്ഷികളുടെ കലാപക്കൊടി CPM-നെതിരെ ഉയർന്നു. ബ്രൂവറി വിഷയത്തിൽ തൃശങ്കുവിൽപ്പെട്ട് സർക്കാരും ബ്രൂവറി വിവാദത്തിൽ ക്യാബിനറ്റ് നോട്ട് പുറത്തുവിട്ട് VD സതീശൻ രംഗത്ത് വന്നതോടെ സർക്കാരിന് നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലുമായി. ബ്രൂവറിക്കായി അനുമതി നൽകിയതിൽ മറ്റു വകുപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്ന് ക്യാബിനറ്റ് നോട്ടിൽ പറയുന്നു. കൃഷി, ജലവകുപ്പുകളുമായും ആശയവിനിമയം നടത്തിയിട്ടില്ല. അതിനിടയിൽ ബ്രൂവറിയിൽ എതിർപ്പ് പരസ്യമാക്കി CPI-യുടെ മുഖപ്രസംഗവും CPM-ന് തലവേദനയായിരിക്കുകയാണ്. ദേശീയ കൗൺസിൽ അംഗം സത്യം മുഖേരിയുടെ ലേഖനത്തിലാണ് സംസ്ഥാന താൽപര്യത്തിന് നിരക്കാത്ത പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും വിഷയത്തിൽ കർഷകർക്ക് ആശങ്കയുണ്ടെന്നും വ്യക്തമാക്കി. പാലക്കാട് നെൽകൃഷി അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് രൂപം നൽകിയതാണ് മലമ്പുഴ ഡാം എന്നും ആ ഡാമിലെ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു വരികയാണെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അമിതമായി ഭൂഗർഭജലം ചൂഷണം ചെയ്യുന്നതിന്റെ അനന്തരഫലം കൊടും വരൾച്ചയായിരിക്കും. മദ്യമാണോ നെല്ലാണോ പാലക്കാട്ടെ നെൽവയലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന ചോദ്യം ഇതിലൂടെ ഉയർന്നു വരുന്നുമുണ്ട്. മദ്യ വ്യവസായത്തിന് എവിടെ നിന്നാണ് ജലം ലഭിക്കുക? നിലവിലെ കൃഷി സംരക്ഷിക്കലല്ലേ പ്രധാനം എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. മലമ്പുഴ ഡാമിൽ നിന്ന് കൃഷിക്ക് ലഭിക്കേണ്ട വെള്ളം മദ്യനിർമ്മാണ കമ്പനിക്ക് വിട്ടു നൽകിയാൽ നെൽകൃഷി മേഖല ആകെ ഇല്ലാതാകും. ലക്ഷക്കണക്കിന് കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ജീവിതത്തിന് മേലെയാണ് ഈ ബ്രൂവറി വിഷയം ഉയർന്നു നിൽക്കുന്നത്. ഭക്ഷ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുകയും കൃഷിയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഈ പദ്ധതി സംസ്ഥാന താൽപര്യത്തിന് നിരക്കുന്നതല്ല. ജലചൂഷണത്തിനായി കൊക്കക്കോള കമ്പനികൾക്കും പെപ്സിക്കും എതിരെ നടത്തിയ സമരങ്ങൾ മാതൃകാപരമായിരുന്നു. കൃഷിക്ക് ആവശ്യമായ ജലസമ്പത്ത് തട്ടിയെടുക്കാൻ കമ്പനികൾ നടത്തിയ നീക്കങ്ങൾ ജനകീയ ഇടപെടൽ മൂലം പരാജയപ്പെടുകയായിരുന്നു. കൃഷിക്ക് ഉപയോഗിക്കുന്ന വെള്ളം മദ്യനിർമ്മാണത്തിനായി ഉപയോഗിക്കാൻ അനുവദിക്കരുത്. അത്തരം നീക്കത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങണം. 2008-ലെ തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽപ്പെട്ട സ്ഥലത്താണ് മദ്യ കമ്പനി തുടങ്ങാൻ പ്രാഥമിക അനുമതി നൽകിയിട്ടുള്ളത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അനുമതി നിഷേധിച്ചപ്പോൾ പ്രത്യേകമായ അനുമതിയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് പുനഃപരിശോധിക്കാൻ തയ്യാറാവണം. കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും നാടിൻ്റെയും താൽപ്പര്യം സംരക്ഷിക്കണം ലേഖനത്തിൽ പറയുകയാണ്. ഇതോടെ ബ്രൂവറിയിൽ പിണറായി നേരിട്ട് നടത്തുന്ന അഴിമതി എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് ഇതൊക്കെ കാണുന്നത്. CPI-ക്ക് പിന്നാലെ ജനതാദൾ മാത്യു ടി തോമസ് വിഭാഗവും രംഗത്ത് വന്നു കഴിഞ്ഞു. പെരുമാട്ടി പഞ്ചായത്തിൽ കൊക്കക്കോള ഫാക്ടറി അനുവദിച്ചപ്പോൾ അതിനെതിരെ സമരം നയിച്ച പാർട്ടി ഇക്കാര്യം ഗൗരവത്തോടെ ചർച്ച ചെയ്തിട്ട് പോലുമില്ല എന്ന അമർഷമാണ് ജനതാദൾ പാർട്ടിയിലുള്ളത്. മാത്രമല്ല RJD-യിലും ഇക്കാര്യത്തിൽ പ്രതികരണം വന്നു കഴിഞ്ഞു. ബാക്കി ഘടകകക്ഷികളുമായി ആലോചിക്കാതെ CPI-യുടെ ഓഫീസിൽ മാത്രമെത്തി കാര്യങ്ങൾ വിശദീകരിച്ച എക്സൈസ് മന്ത്രി MP രാജേഷിന്റെ നടപടി തെറ്റായ പ്രവണതയാണെന്നും RJD ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് തുറന്നടിച്ചു. ബ്രൂവറി വിഷയത്തിലുള്ള ഈ ഒളിച്ചുകളി മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് ഘടകകക്ഷികളും പ്രതികരിക്കുന്നതോടെ മുഖ്യമന്ത്രി പിണറായി പ്രതിസന്ധിയിലാവും എന്നതിൽ യാതൊരു സംശയവുമില്ല. LDF-ൽ 11 കക്ഷികളാണുള്ളത്. ബാക്കി കക്ഷികളൊന്നും ഇത് അറിയണ്ടേ എന്നാണ് ഘടകകക്ഷികൾ ചോദിക്കുന്നത്. ധനകാര്യം, ജലവിഭവം, വ്യവസായം, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകളൊന്നും പദ്ധതിയുടെ വിശദാംശങ്ങൾ അറിഞ്ഞതേയില്ല. മുന്നണിയിലും ചർച്ച ചെയ്തതായി അറിവില്ല. എന്തിനാണ് ഇത്രമാത്രം രഹസ്യ സ്വഭാവം? അതുകൊണ്ടാണ് എത്ര കിട്ടിയെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് VD സതീശൻ ചോദിച്ചത്. ഇതേ കമ്പനിയുടെ ഉടമ ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലായതും ഹരിയാനയിൽ 4 കിലോമീറ്റർ ദുരന്തത്തിൽ ബോർവെല്ലിലൂടെ മാലിന്യം തള്ളി ഭൂഗർഭജലം മലിനപ്പെടുത്തിയതിന് നിയമ നടപടി നേരിടുന്നതും മുഖ്യമന്ത്രി ബോധപൂർവം മറച്ചുവെച്ചു. എന്നാൽ എക്സൈസ് മന്ത്രി നിരന്തരം ആവർത്തിക്കുന്ന ഒരു വാദം മന്ത്രിസഭാ നോട്ടിൽ പൊളിയുന്നുമുണ്ട്. മദ്യം ഉൽപാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പ്രോത്സാഹനം നൽകുമെന്ന് മാത്രമാണ് 2023-24 മദ്യനയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യം മന്ത്രിസഭാ യോഗത്തിന് മുന്നിൽ വന്ന കുറിപ്പിൽ സമ്മതിക്കുന്നുമുണ്ട്. ഈ ഒരൊറ്റ തീരുമാനത്തിന്റെ ബലത്തിലാണ് ഏഥനോൾ പ്ലാന്റ്, മൾട്ടി ഫീഡ്സ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ടിലിംഗ് യൂണിറ്റ്, ബ്രൂവറി മൾട്ട് സ്പിരിറ്റ് പ്ലാന്റ്, ബ്രാൻഡി വൈൻ എന്നിവയ്ക്ക് ഒറ്റയടിക്ക് അനുമതി നൽകിയത്. വരും ദിനങ്ങളിൽ വൻ ശക്തിയായി പ്രതിപക്ഷം ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരും. ഇതിൽ പിണറായി വിജയന്റെ മൗനവും മറ്റു നേതാക്കളുടെ ഉരുണ്ടുമറിയിലും പൊതുജനം കാണുന്നുമുണ്ട്. ഈ പ്രതിസന്ധി സർക്കാർ എങ്ങനെ തരണം ചെയ്യും?
നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ.